എന്തോ ഒരു വിവരക്കേട് അറിയാതെ പറഞ്ഞു പോയി. അതിന് നാട്ടുകാർ വരെ എൻ്റെ അടുത്ത് സത്യം നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അത് രാജു ചിലപ്പോൾ ചില പ്രസ് കോൺഫറൻസിൽ നന്നായിട്ട് പറയാറുണ്ട്. ഞാനിപ്പോൾ മലയാള സിനിമയിലെ നായികയാവാൻ വന്ന ആളല്ല. ഒരു ഫിസിക്കലി എനിക്കതിന് പറ്റത്തുമില്ല. അമ്മ ഒരു വീക്ക്നെസ് ആണ് രണ്ടുപേർക്കും എന്നുള്ളത് രണ്ടുപേരുടെയും ഭാര്യമാർക്കറിയാം. അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് ഒരമ്മയായിട്ടും അമ്മായിയമ്മയായിട്ടും നമുക്ക് നല്ലതും മനസ്സുഖവും. അപ്പോൾ ആ പടം അഭിനയിച്ച് നയൻതാരയായിരുന്നു നായിക. ഇവിടുത്തെ പല നായികമാരും കണ്ടു പഠിക്കണം. അവർ സെറ്റിൽ വന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. ഇപ്പം അവരുടെ ലെവലിൽ ആണോ ആ ആർട്ടിസ്റ്റ് എന്നൊന്നും അവർ നോക്കത്തില്ല. കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഈ മരുമക്കളായാലും മക്കളായാലും ഒരു സ്ഥാനം കൊടുത്ത് നിർത്തുന്നതാണ് ഒരമ്മയ്ക്ക് എപ്പോഴും ബുദ്ധി. അതാണ് ഇന്ന് എനിക്ക് ഈ ട്രോളർമാരുടെ ഓരോ കമൻറ്റ് ചെയ്യുമ്പോൾ ചിരി വരുന്നത്. ഇവരൊന്നും അച്ഛനും അമ്മയൊന്നും ഇല്ലേ എന്നൊക്കെ. കഷ്ടപ്പെട്ട് അച്ഛൻ നേരത്തെ പോയ ദുഃഖം അറിയിക്കാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അരവിന്ദൻ, KG ജോർജ്. അവരുടെയൊക്കെ കൂടെയാണ് മല്ലികാമ്മ സിനിമ ആരംഭിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ തലമുറയിലെ സംവിധായകരുടെ കൂടെ വരെ അഭിനയിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു മാറ്റം, നടനും സംവിധായകരും തമ്മിലുള്ളൊരു ബന്ധം? തുടക്കം അത്ര അങ്ങനെയൊക്കെ വന്നതാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് തന്നെ. കാരണം അരവിന്ദൻ സാറിനെയൊക്കെ ഞാൻ ഭയങ്കര ഇതായിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് ആ മൊത്തം ഈ പറഞ്ഞതിൻ്റെ അത് മാതൃഭൂമിയുടെ പുറകിൽ വന്ന പഴയ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ചെറിയ മനുഷ്യൻ വലിയ എന്നൊക്കെ പറഞ്ഞ ഒരു. അപ്പോൾ അങ്ങനെ വന്ന് എന്നെ ആ പടത്തിന് അഭിനയിക്കാൻ വിളിക്കുന്നത് തിക്കുടിയൻ സാറാണ്. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ അന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വലിയ നാടകത്തിലൊക്കെ, അപ്പോൾ ഒരു പുതിയ കുട്ടികൾ ഈ ഇതുവരെ സിനിമയിൽ വരാത്ത ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ശരി സാർ ഞാൻ അഭിനയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പട്ടത്തുള്ള സാർ, കരുണാകരൻ സാർ പ്രൊഡ്യൂസർ, എന്നെ തിക്കുടിയൻ സാർ തന്നെയാണ് ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നതും അഭിനയിക്കുന്നു. അപ്പോൾ അരവിന്ദൻ സാറിൻ്റെ സംസാരം അറിഞ്ഞൂടെ, പെട്ടെന്ന് എന്നെപ്പോലെ ഒരു മധ്യതിരിവ്, ഞങ്ങളൊക്കെ ഈ ഓണാട്ടുകാരാന്ന് പറയും, ഹരിപ്പാടെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറാണല്ലോ. സാറ് വളരെ പതുക്കെ സംസാരിക്കുള്ളൂ അവരുടെ അടുത്തിട്ട്, മോഹൻദാസ് സൈന്യം പൊന്നി. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യത്തിൽ എനിക്ക് പേടി. എന്താ സാർ പറഞ്ഞാൽ ഒന്നും കൂടെ ചോദിക്കുക, തുടക്കം വരെ ആകെ മൊത്തം പറയുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ സാറേ പിന്നെ പറഞ്ഞു ഒന്നുമില്ല, മോഹൻദാസ് ഇങ്ങനെ സൈക്കിളിൽ വരുന്നു, കോളേജിൽ പോകുന്ന മുറപ്പെണ്ണ്, അപ്പോൾ അവിടെ നിർത്തി ചോദിക്കുന്നു, ഇങ്ങനെ ചോദിക്കുന്നത് ചെറിയൊരു സംഭവം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വലിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സംഭവമാണ്, പേടിച്ച് പോകുന്നൊന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളോട് പറഞ്ഞു തന്ന പോലെ അഭിനയിച്ചു. ഫസ്റ്റ് ടേക്ക് ഓക്കെ. അങ്ങനെയാണ് ഞാൻ ആ പടത്തിൽ, അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് അവിടുന്ന് തുടങ്ങി. പിന്നീട് എനിക്ക് ഉണ്ടായ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളത് KG ജോർജ് സാറ്, വിൻസെൻ്റ് മാസ്റ്റർ 1-2 പടം അഭിനയിച്ചു. അതൊന്ന് നമ്മുടെ കമലഹാസൻ വരെയുണ്ട്, വയനാടൻ തമ്പാൻ. ആ പടത്തിലൊക്കെ അഭിനയിച്ചപ്പോൾ തുടക്കം ചെറുപ്പം, പിന്നീട് ഞാൻ വയസ്സായതൊക്കെ കാണിക്കുന്നുണ്ട്, ചെവിയിലെ വളയമൊക്കെ ഇട്ടൊരു. അപ്പോൾ അതൊക്കെ അഭിനയിക്കുമ്പോൾ ചേച്ചി ഇപ്പോഴേ ഇത്ര വലിയ, ഞാൻ അങ്ങനെ ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇപ്പം വയസ്സായ ചെയ്യാൻ പാടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം ചെറുക്കൊക്കെ അന്നുണ്ട്. ഇപ്പോഴേ എന്ന് പറയും അമ്മയൊക്കെ ചെയ്താൽ പിന്നെ സ്ഥിരം അങ്ങനെ ആയിപ്പോകും. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ മലയാള സിനിമയിലെ നായികയാവാൻ വന്ന ആളല്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയാം, നമുക്കങ്ങനെ നായികയാവാനും അങ്ങനെ പാടാനും അതൊന്നും വലിയൊരു ഫിസിക്കലി എനിക്കതിന് പറ്റത്തുമില്ല. അതിനുള്ള കഴിവുള്ളവരുണ്ട്, നൃത്തം പഠിച്ചവരും കാണാൻ നല്ല സുന്ദരമായിട്ട് സൗന്ദര്യമുള്ളവരും ഒക്കെ വേറെയുണ്ട്. അപ്പം ഞാൻ അന്നും ഇന്നും എന്നും ഒരു ക്യാരക്ടർ റോൾസിനോടാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിൽ പക്ഷേ ആ വേഷം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അന്ന് അവരൊക്കെ ഞാൻ വരുമ്പോഴേ വലിയ ഗുരുസ്ഥാനീയരാണ് ഈ എല്ലാ കലാ രംഗത്തെ പല മേഖലകളിലും അറിയപ്പെടുന്നത്. അപ്പോൾ ജോർജ് സാറെന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞിട്ട് സാറിൻ്റെ ഫസ്റ്റ് പടം തൊട്ട് സാറ് വലിയ സംസാര വിഷയമാകുകയും ആ പടത്തിൽ എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു, സ്വപ്നാടനം മികച്ച 2ാമത്തെ നടി. അവിടുന്ന് അങ്ങോട്ട് ഒരു 5-6 പടം സ്ഥിരമായിട്ട് സാർ എല്ലാ പടത്തിലും എനിക്കൊരു വേഷം തരും. അപ്പോൾ അന്ന് ഞാൻ സെൽമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെടുത്ത് ഞാൻ പറയും, ഒരു പാട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ഞാനൊരു പുതിയ ആർട്ടിസ്റ്റാണ്, മറ്റവർക്ക് പാടുന്ന അതേ ശബ്ദം എനിക്ക് പറ്റത്തില്ല. അപ്പോൾ സെൽമ നന്നായിട്ട് പാടും, പാപ്പക്കുട്ടി അദ്ദേഹത്തിൻ്റെ മകളല്ലേ. അപ്പോൾ സെൽമയായിരിക്കും മിക്കവാറും എൻ്റെ പാട്ട് പാടും. ഒടുക്കൊടുക്കം ഞാൻ സെൽമയുടെ അടുത്ത് പറയുന്നത്, സെൽമയ്ക്കൊരു പാട്ട് വേണമെന്ന് പറയാം, അപ്പോൾ എനിക്കൊരു വേഷവും കിട്ടുമെന്ന്. ഇങ്ങനെ ഞാനിങ്ങനെ തമാശ. ജോർജ് സാറ് ചിരിക്കാതെ ചിരിക്കുന്നതിലൊരു ചിരിയുണ്ടല്ലോ സാറിന്. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഒരു 5-6 പടങ്ങൾ ഞാൻ അഭിനയിച്ചു. ഓണപ്പുടവ, മണ്ണ്, സ്വപ്നാടനം, പോലീസുകാരൻ്റെ മകൾ, ഇങ്ങനെ കുറേ പടം അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഓരോ തലമുറകൾ മാറി വരും. എല്ലാ AV രാജ് സാറ്, ശശികുമാർ സാറ്, ബേബി സാർ എല്ലാവരുടെയും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് ഉമ്മുക്ക, അങ്ങനെയൊക്കെ നസീർ സാറ്, ഇപ്പോൾ ആഭിജാത്യം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം നസീർ സാറിൻ്റെയൊക്കെ പടങ്ങളാണ്. അടൂർ ഭാസാറിൻ്റെ കൂടെ, ബഹദൂർക്കയുടെ കൂടെ, ശ്രീദേവി എന്ന് പറഞ്ഞാൽ അതും കമലഹാസൻ അഭിനയിച്ച പടമാണ്, അദ്ദേഹം അഭിനയിച്ച പടമാണ്.
ശങ്കരൻ നായർ സാറ് ഡയറക്ടർ. അതിനകത്തും അതെ, ബഹദൂറൊക്കെ ഞാനും എന്നിട്ട് ബഹദൂറൊക്കെ വെൺവേഷം കെട്ടിയൊക്കെ വരുന്നത് എൻ്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യം കുറച്ച് കോമഡി കലർന്ന ഒരു വേഷമാണെങ്കിലും ഒരു രണ്ടാമത്തെ സ്ത്രീ കഥാപാത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറായിരിക്കും അത്. നായകൻ്റെ കൂടെ പാടുന്ന ആൾ അതല്ല, എന്നാലും നമുക്ക് ഏതാണ്ട് അതുപോലൊക്കെ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം പറഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവർ സിനിമ എടുക്കാൻ വരുമ്പോഴേ അന്നൊക്കെ എന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ എങ്ങനെ ഇരിക്കണം. കാരണം കുടുംബ സദസ്സുകളാണ്, കഥകളും അങ്ങനെയാണ്, നല്ല നല്ല നോവലുകൾ അല്ലേ. ഇപ്പോൾ നമ്മൾ ഏത് പഴയ എടുത്താലും അത് ഏതെങ്കിലും ഒരു നല്ല നോവലിനെ അടിസ്ഥാനം, ഈവൻ ഭദ്രച്ചിറ്റ വരെ PR ശ്യാമളയുടെ മറ്റേ ഒരു നോവൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഞാൻ ശാരദ ചേച്ചിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് കാലം മാറിയപ്പോൾ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. അത് വന്നപ്പോൾ കാണാം ഈ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നായകനാണ് കൂടുതൽ പ്രാധാന്യം. നായിക എന്ന് പറയുന്നത് നായകന് പ്രേമിക്കാനും പാട്ട്. പക്ഷേ അല്ലാതെ വരുന്ന പടങ്ങൾ 100 ഒരു 10 കാണുള്ളൂ നായികയ്ക്കൊരു പ്രോമിനൻസ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് നിൻ്റെ മൊയ്തി. പൃഥ്വിരാജ് എന്തായിരുന്നോ അതുപോലെ തന്നെ ഒരു പ്രാധാന്യം പാർവതിക്ക് ഉണ്ടായിരുന്നു അല്ലേ. പാർവതിയുടെ കഥാപാത്രമൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ അത് അവസാനം വന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ അതൊക്കെ എനിക്ക് പോലും ഒരു കണ്ണ് നിറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ അത്രയും നല്ല സംഭവങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരുന്നത് സൃഷ്ടിക്കപ്പെടുന്ന ചില കഥകൾ വെറും ഒരു സാധാരണ ഓഡിയൻസിന് വേണ്ടി അവർക്ക് എന്താണോ ഇഷ്ടം, നായകന് ഒരു 4-5 ഫൈറ്റ് ചെയ്യണം, അത് നായകൻ്റെ കുറ്റമൊന്നുമല്ല. അങ്ങനെ എടുക്കുന്ന പടങ്ങൾ മാർക്കറ്റിൽ ചിലവാകുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ടെംപ്റ്റേഷനാണ് പ്രൊഡ്യൂസർമാർക്ക്. ഇന്ന നായകനെ കിട്ടി, ഒരു 4 ഫൈറ്റ് 2 പാട്ട് എന്നൊക്കെ ഒരു കണക്കെഴുത്ത് ആദ്യം അങ്ങ് നടക്കും. പിന്നെയാണ് കഥ ഉണ്ടാകുന്നതും സിനിമ ഉണ്ടാകുന്നതും. അതിൻ്റേതായ ചില ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ട്. അതും കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത എന്നെ സംബന്ധിച്ച് 3ാം തലമുറയാണിപ്പോൾ. ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പറഞ്ഞതുപോലെ, അയ്യോ സാഗർ സൂര്യയും ഗണപതിയും എന്താ എൻ്റെ ഉള്ള പ്രകമ്പതി അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു വിടുതരി പിള്ളേരാ. അവർ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അവർ പല ഷോയ്ക്കുമൊക്കെ അവർ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് കുറേ ഐഡിയാസുണ്ട്. അവരെ വെച്ച് പടമെടുക്കുന്ന സംവിധായകനും അതുപോലെ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പല കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രമുഖനായൊരു വ്യക്തിയാണ് ബിപിൻ ദാസ്. എനിക്ക് ജനഗണമന കണ്ടപ്പോൾ ഈ പടം ഇദ്ദേഹം ഇതെടുത്തല്ലോ എന്നെനിക്ക് തോന്നി. എൻ്റെ മോൻ അഭിനയിച്ചതിലുപരിയായിട്ട് ഈ പടമൊക്കെ എടുക്കണമെങ്കിൽ ഒരു കറക്റ്റായിട്ട് എനിക്ക് വസ്തുത ഒരുപാട് പേര് വിമർശിച്ചവരുണ്ട്. മറ്റേ രാഷ്ട്രീയം അങ്ങനൊന്നും അല്ല, അങ്ങനെ കാണരുതൊരു സിനിമയെ. ചില ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു കഥാപാത്രം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർ പല കമൻറ്റും പറയും. അതൊന്നും ശ്രദ്ധിക്കരുത്. ആ പടം ഭയങ്കരമായിട്ട് വിദേശത്ത് പോലും സംസാര വിഷയമായ ഒരു പടമാണ്. അപ്പോൾ ബിപിൻ ദാസ് അത് കഴിഞ്ഞ് ഞാനിപ്പം ഈ ഇടയ്ക്ക് 1-2 പടത്തിൽ അഭിനയിച്ചെങ്കിലും പ്രകമ്പനം. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴേ നമ്മുടെ വിജേഷ് പറഞ്ഞു, അമ്മ പ്രേതമാണ്. എന്തോ പ്രേതമോ? പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങളെ കാണിച്ച. അപ്പം അങ്ങനെയല്ല, അമ്മയൊരു ക്യാരക്ടറാണ്. പിന്നീട് അമ്മ ത്രൂ ഔട്ട് വരും, അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്ന കൊടുക്കും. പിന്നെ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എനിക്കിപ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ എനിക്കിഷ്ടമാണ് അത്. കാരണം വെച്ചാൽ നമ്മൾ കുറേ കൂടെ ഒന്ന് യങ് ആയതുപോലെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലവ് ആക്ഷൻ ഡ്രാമ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ അവരൊക്കെ വലിയ താരങ്ങളായി പോയതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് അന്നൊക്കെ കൊച്ചുകുട്ടികൾ. പ്രൊഡ്യൂസർ വിശാഖ നമ്മുടെ മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയുടെ കൊച്ചുമോനാണ്. എനിക്ക് ഒരുപാട് കടപ്പാടുള്ളൊരു കുടുംബമാണത്. അത് എനിക്ക് വിടരുന്ന മുട്ടുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പലരും എൻ്റെ ചേട്ടൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ്. ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സിനിമയിലേക്ക് അധികമില്ല, ഡോക്ടർ ശിവകുമാർ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഈ വിശാഖ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഡയറക്ടറോടൊക്കെ ചോദിച്ചു. അയ്യോ എന്താ അങ്ങനെ കൊള്ളാം, ധ്യാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, നിവിൻ പോളി, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് ഇതിനകത്ത്, ഫണ്ടാസ്റ്റിക് അങ്ങനെ എന്താണ് ആ കമ്പനിയുടെ പേര്. ഏതായാലും ശരി, ആ പടം അഭിനയിക്കുമ്പോൾ ഇതുപോലെ ചിരി ധ്യാനം ഒരു കാര്യം പറയുമ്പം ഇപ്പുറത്ത് അജു വർഗീസ് വേറെന്ന് പറയും. ആരും മോശമല്ലല്ലോ തമാശ പറയാനായിട്ട്. അപ്പോൾ ആ പടം അഭിനയിച്ച് നയൻതാരയായിരുന്നു നായിക. അന്ന് ഞങ്ങൾ ഈ പറഞ്ഞല്ലോ മദ്രാസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നയൻതാര. അതെ, ഇതെല്ലാം പറഞ്ഞാലും ശരി, ഇവിടുത്തെ പല നായികമാരും കണ്ടു പഠിക്കണം. അവർ സെറ്റിൽ വന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. അത് എത്ര ഇപ്പം അവരുടെ ലെവലിൽ ആണോ ആ ആർട്ടിസ്റ്റ് എന്നൊന്നും അവർ നോക്കത്തില്ല. എത്രയോ കാലം മുമ്പ് വന്നോ അങ്ങനെയെങ്കിൽ അവங்களுக்கு ആ ഇൻഡസ്ട്രിയെ പറ്റി തരും. അത് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ അറിയുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പാരമ്പര്യമാണ്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ലൂസ് ടോക്കറാണ്, മറ്റാണ്, ഒണ്ണാങ്കട്ടിയാണെന്നൊക്കെ പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. അവരുടെയൊക്കെ കയ്യിൽ വേറെന്തവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ.
ആ കുട്ടി ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് സംസാരിക്കും. നമ്മളൊരു കാര്യം ചോദിച്ചാലും അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന പോലെ പിന്നെ രാജുവായിട്ടൊരു ഫോട്ടോ സെഷനൊക്കെ വന്ന സമയത്തും ഈ പോലെ ഏതോ ഒരു മാഗസീൻ്റെ അങ്ങനെ ആ പടം അഭിനയിക്കുമ്പോഴേ എനിക്ക് തോന്നി മെൻ്റലി ഒരുപാട് യങ്ങായി പോകും നമ്മൾ. ഈ ചാട്ടഹാസവും ചിരിയെല്ലാം സെറ്റിനകത്ത് നടക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഇനി ഈ പ്രകമ്പനം വന്നപ്പോഴും അതുപോലെയായിരുന്നു. അയ്യോ ഈ കുട്ടികളെല്ലാം അമ്മ 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 എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പ്രായം പോലും ഇല്ല, കൊച്ചു പിള്ളേരല്ലേ, അവരെല്ലാവരും ഒരു അമ്മ സ്ഥാനം തന്ന് അവിടെ എത്തി. എനിക്ക് ഏറ്റവും സങ്കടം അതുപോലെയായിരുന്നു നമ്മുടെ കലാഭവൻ നവാസിൻ്റെ കാര്യം അല്ലേ. അദ്ദേഹം എന്നെ കണ്ടപ്പോഴല്ലേ നവാസ് അയ്യോ എത്ര കാലമായി അതിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് അയ്യോ ഞാൻ പറഞ്ഞു അയ്യോ കൊള്ളാം എന്നെ വിളിക്കാറില്ലേ മോനെ വെറുതെ വീട്ടിലിരിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ഞങ്ങൾ 2-3 ദിവസമൊക്കെ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ട്രിവാൻഡ്രം പോകേണ്ട കാര്യമുണ്ട്, അടുത്ത ഷെഡ്യൂളിന് മുമ്പ് ഞാൻ വരും. കൊച്ചിയിൽ എനിക്ക് വീടുണ്ടല്ലോ. അപ്പോഴേ എൻ്റെ വണ്ടിയുടെ അടുത്ത് വന്ന് ഈശ്വര യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു മോളെ ചോദിച്ചതുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ലാസ്റ്റ് വൈഫിനെ കണ്ടിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ സമയത്ത് ഞാനൊന്ന് പോകേണ്ടതായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കാലിൽ ഒരു സംഭവം ഇതൊക്കെ വീണ്ടും ഒന്ന് കെട്ടിയിട്ട് ഈ ഒരു പെയിൻ കുറയ്ക്കാനൊക്കെ ആയിട്ടൊരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാനത് പറയാൻ പോയില്ല. എങ്കിലും ഞാൻ പോവും. എനിക്ക് ആ മോളെ വലിയ കാര്യമാണ്, നല്ല കുട്ടി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ അന്നേരം തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ 29-ാം തീയതി രാവിലെ അങ്ങ് ട്രിവാൻഡ്രം എത്തി. 30-നോ 31-നോ എന്നെ വിളിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ ചോദിച്ചു ഏത് നവാസ് അമ്മ നമ്മുടെ ഞാൻ പിള്ളേരെ പിരിയാന്നല്ലേ എൻ്റെ അടുത്ത്. അതേ അമ്മ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ റൂമിൽ പോയതാ. ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും ഒരു ആരോഗ്യ പ്രശ്നമോ ഒരു ക്ഷീണമോ. അപ്പം ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിന് നേരത്തെ ഉണ്ടായിരുന്നു ഹാർട്ട്. ഇല്ല അമ്മ എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കും ഇതെങ്ങനെ വന്നു എന്നുള്ള അറിയാം, ഈ അറ്റാക്ക് ആണെന്ന് മാത്രം അറിയാം. അയ്യോ എനിക്കത് മാത്രമാണ് ആ പ്രകമ്പനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സങ്കടകഥ. പക്ഷേ അതിൻ്റെ സംവിധായകനൊക്കെ നല്ല മിടുക്കരാണ്. പിന്നെ അതിനകത്ത് പ്രൊഡക്ഷനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ കാർത്തിക് സുബ്രഹ്മണ്യൻ സാറിൻ്റെയൊക്കെ കമ്പനിയോ ഒക്കെ ആയിട്ട് ഇവരെന്തൊക്കെയോ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ആ പടം വന്നപ്പോഴും അതെ എപ്പോഴും അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ച് പറയും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോഴും പിള്ളേരൊക്കെ ഉണ്ട് അമ്മ ഇനി ആരുടെ ദേഹത്ത് കയറുമെന്നൊക്കെ അന്ന് ചോദിക്കുമായിരുന്നു. അമ്മ ഇനി പലരുടെയും ദേഹത്ത് എനിക്ക് കയറാനുണ്ട് അത് ആ സമയം എന്നൊക്കെ ഞാനും തമാശ പറഞ്ഞൊക്കെ അങ്ങോട്ട്. പക്ഷെ അങ്ങനെ ആ പിള്ളേർക്കെല്ലാം ഒരുപാട് പുതിയ ഐഡിയാസുണ്ട്, കഥകളും ചില പുതുമയുള്ളതുണ്ട്. ഇപ്പം വിജേഷ് തന്നെ 1-2 ഇങ്ങനെ പണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചതും പിന്നെ വിപിൻദാസിന് പിന്നെ എപ്പോഴും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മൂവിയെ ഞാൻ വിപിൻദാസിൻ്റെ അവിടെ ആയിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അതും ഈ പറഞ്ഞതുപോലെയാണ്, എണ്ണത്തിൽ എത്ര എന്നുള്ളതല്ല, പക്ഷേ ആ അമ്മൂമ്മയുടെ കാര്യമായാലും ത്രൂ ഔട്ട് ഈ പറയുന്നത് ആ പടത്തിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥാപാത്രം വരിക ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഉത്സാഹമാണ്. ഇതിലൊന്ന് അഭിനയിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അല്ലാതെ ഇപ്പം മറ്റേതൊക്കെ വലിയ വലിയ താരങ്ങളുടെ പടത്തിൽ അവർ ധാരാളം മതി. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ അതല്ല ഇതെന്താ വെച്ചാൽ ആരെങ്കിലും ചെയ്താൽ ചിലപ്പം എറിക്കത്തില്ല, ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ ഒരാൾ ഇന്നാരാണത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള ഒരു പ്ലസ് പോയിൻ്റാണത് എന്നൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. അങ്ങനെ ഞാൻ അഭിനയിച്ചാണ് വ്യസന സമേതവും പ്രകമ്പനവും. ദൈവം സഹായിച്ച് 2 പടത്തിനും നല്ല പേരും ഒരുപാട് അഭിനന്ദനങ്ങളും. പ്രകമ്പനത്തിൻ്റെ കാര്യമാണ് ഇപ്പോഴും വരുന്നുണ്ട്, വെളിനാട്ടിലൊക്കെ കണ്ടവർ എന്താ ചേച്ചി പ്രകമ്പനത്തിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പോൾ ഞാൻ വിജേഷോട് പറഞ്ഞു ഒരുപാട് പേര് സന്ദേശങ്ങൾ അയച്ച് പ്രശംസിച്ചൊരു പടമാണ്. അപ്പോൾ ഞാനെപ്പോഴും ആ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് കേട്ടാലും അറിയാം ഈ ഇപ്പം വന്ന പുതിയ കുറച്ച് ആൾക്കാർക്ക് സിനിമ എന്ന് പറയുന്ന ക്രാഫ്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. മകൻ്റെ സംവിധാനത്തിലും അല്ല മോനും അതെ, മോന് അങ്ങനെ ഒരു ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യം എനിക്ക് തന്നെ ചിലപ്പോൾ സങ്കടം തോന്നും. അവന് ഒരുപാട് ഹോംവർക്ക് ചെയ്ത ഒരാളാണ്. ചുമ്മാ കയറി അങ്ങോട്ട് രാവിലെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് അത് പറയാൻ പോകുന്ന ആളല്ല രാജു. അത് അവനെ ഡയറക്ടറാക്കി പടമെടുത്ത മോഹൻലാലിനോട് തന്നെ ചോദിച്ചാൽ മതി അവൻ്റെ ഹാർഡ് വർക്ക് ചെയ്യാൻ. അവനങ്ങനെയാണ്, അവനത് സിൻസിയറായിട്ട് അത് പഠിച്ച് അതിൻ്റെ പുറത്തിരുന്ന് ഹോംവർക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവൻ സെറ്റ് ചെല്ലുമ്പോൾ അവന് നല്ല കോൺഫിഡൻസാണ്. എന്താണ് എനിക്ക് ഈ സീനിൽ നിന്ന് വേണം. ഞാൻ അതിനകത്ത് ബ്രോഡാഡിയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തലേ ദിവസം സീൻ കൊണ്ടെത്തുന്നു. ഞാൻ എന്തോ ഇത് അപ്പോൾ 2 സീനുമായിട്ടാണ് ഞാൻ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നിട്ട് അതെ സാറങ്ങനെ എല്ലാവർക്കും തലേ ദിവസം സീൻ കൊടുക്കാൻ പറഞ്ഞു. കോസ്റ്റ്യൂമർക്ക് വരെ കൊടുക്കും. നാളെ ഇത്ര മണിക്ക് 9:30 മണിക്ക് തുടങ്ങും അമ്മ. അപ്പം അമ്മ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആയിരിക്കണം, സാറ് വരുമ്പോഴത്തേക്ക് ഷോട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഈ സാറെന്ന് അവർ പറയുന്നത് എൻ്റെ മോനെ ഞാൻ ഓ ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തൊഴുത് കാണിച്ച് പിറ്റേ ദിവസം സത്യമായിട്ടോ ഈശ്വര ഞാനവിടെ കണ്ടു. അവിടെ ചെന്ന് ഞാൻ നേരത്തെ ചെന്നു. ഞാനിവൻ്റെ കൂടെ ഒന്ന് പോകാൻ നിൽക്കുക. പണ്ടും പോകത്തില്ല, എനിക്ക് ഒരിക്കൽ എയർപോർട്ടിൽ പോയി പേടിയായി. ഇവൻ വണ്ടി ഓടിച്ചാലേ പേടിയായി എനിക്ക് രാജു. അപ്പോൾ അങ്ങനെ
ഞാനിവിടെ ചെന്നു. അങ്ങനെ ഒരു 9:15 9:20 കഴിഞ്ഞപ്പോൾ രാജുവിൻ്റെ വണ്ടി വരുന്നുണ്ട്. കുറച്ച് പേര് ഓടി വരുന്നു. ഞാൻ മുറ്റത്തുനിന്ന് ഞാൻ പറഞ്ഞു, എന്തുവാ? വരുന്നു ആരാണ്ടോ ഭയങ്കരം വരുന്നെന്നുള്ള മട്ടിലാണ് വരും. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവന് എഴുതി കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അവരെ പേടിപ്പിക്കാനല്ല. ഇന്നതാണ് സീൻ, ഇന്ന പ്രോപ്പർട്ടീസ് ഇന്നതുപോലെ ഇരിക്കണം, നമുക്ക് ആദ്യം ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. ഷോർട്സിൻ്റെ കാര്യമൊക്കെ ക്യാമറാമാനും ഒക്കെ അത് സുജിത് വാസുവിനും അറിയാം. രാജുവിന് ഭയങ്കരമായിട്ട് രാജുവിൻ്റെ ഉള്ളിൽ അറിയാം എന്താണ് ഈ സീൻ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ചേച്ചി, കൃത്യമായിട്ട് കാര്യം പറയും. പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ രാജു മാത്രമല്ല കേട്ടോ, പല ആൾക്കാർക്കും ഒരു പടം എടുക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് കഥ, അതൊരു പണ്ടത്തെ സ്റ്റൈലായി പോകാം എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ആ പണ്ടത്തെ സ്റ്റൈലിൽ നിന്ന് മാറണമെന്നും പക്ഷേ പുതിയ ശൈലി പുതുതലമുറ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കണമെന്നും എല്ലാം നല്ല കോൺഫിഡൻസും അതെങ്ങനെ കൊണ്ടുവരണമെന്നും അവർക്കറിയാം. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇടയ്ക്കൊരു ജനറേഷൻ വന്നു, അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള മട്ടിൽ ഒരു കുറച്ച് അത് കാട്ടിൽ വിട്ടുകരി പോകുന്ന പിള്ളേരാണ്. തീർച്ചയായിട്ടും ഇന്ദ്രജിത്ത് സംവിധാനത്തിലേക്ക് ഇന്ദ്രൻ കുറേ കാലം കൊണ്ട് ഒരു നല്ല സബ്ജക്റ്റ് എടുത്ത് വെച്ച് സംവിധാനം എന്ന് പറഞ്ഞ് അവൻ നല്ല ഉത്സാഹത്തിലൊക്കെ ഇരിക്കുക. പക്ഷേ എന്തോ ദൈവ തീരുമാനമായിരിക്കും, ഭഗവാൻ കൽപ്പിച്ചായിരിക്കും. ഇപ്പോൾ അവന് ഹിന്ദി 2 പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തെലുങ്കിലും തമിഴിലും ഒക്കെ വെബ് സീരീസിൽ ഇന്ദ്രൻ തന്നെ വേണമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അനുരാഗ് കശ്യപിൻ്റെ പടം ഇപ്പോൾ ആദ്യം ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി, നമ്മുടെ പല്ലിശ്ശേരിയുടെ ഹിന്ദി പടം. അതിലെ ന്യായവിധിയിൽ സുവട്ടം ചെയ്തതുപോലെ മുട്ടയടിച്ചിട്ടൊക്കെയാണ് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കാണുന്നത്. ഭയങ്കര വേഴ്സറ്റൈൽ ആക്ടറാണ് പുള്ളി. ഞാൻ ഖത്തറിൽ എനിക്കവിടെ ഈ പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് അവിടെ നിൽക്കും. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും, എൻ്റെ അമ്മയെ ആ ഇന്ദ്രന് കുറച്ചൊരു കുറേ കൂടെ ഒരു PR വർക്ക് ചെയ്ത് എന്തൊരു നല്ല എന്ന്. അപ്പോൾ ഇപ്പോഴും ഇന്ദ്രൻ്റെ ക്ലാസ്മേറ്റ്സിലെ സീൻ പറയുന്നവരുണ്ട്. ആ പടി കയറിപ്പോയിട്ട് ഉമ്മ വെച്ച് എത്ര പിള്ളേർ ചവിട്ടിയ പടിയാന്ന് പറഞ്ഞവൻ കയറി പോകുന്നവരും. അപ്പോൾ അത് തൊട്ട് ഓർത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ദ്രൻ്റെ വലിയ കാര്യം എല്ലാവർക്കും. പിന്നെ ഈ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടാ ഈ വർത്തമാനം തുടങ്ങാൻ വലിയ താമസമൊന്നുമില്ല. 1 മിനിറ്റിനകം അവന് ചരിത്രമൊക്കെ പറയുന്ന ആളാണ്. വളരെ സൗമ്യനായിട്ട് പെരുമാറുകയും പിന്നെ അവർ വലിയ കൂട്ടാണ്. രാജു കാണുന്നവർ ആയിരിക്കും ഇന്ദ്രനെ പിന്നെ രാജു തമ്മിൽ അല്ലല്ല, അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എനിക്ക് വയ്യെങ്കിൽ അമ്മയുടെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ആസ്റ്ററിൽ ഡോക്ടർ ചാൾസ് ആയിരുന്നു. അദ്ദേഹം എല്ലാത്തിൻ്റെ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഡയബറ്റീസ് നോക്കാനൊരു ഡോക്ടർ, മറ്റേത് നോക്കാനായിട്ട്. പിന്നെ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വർഷാവർഷം ഒരു ചെക്കപ്പ് എല്ലാം ചെയ്യണമെന്ന്. ഇതെല്ലാം അദ്ദേഹമാണ് എനിക്കെല്ലാം ഓരോ ഡോക്ടേഴ്സിനെ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കൊല്ലത്തെ ടെസ്റ്റിങ് ഫെബ്രുവരിയിലാണ് എന്ന് പറഞ്ഞ് ഞാൻ പോയാൽ എന്നെ കാട്ടി മുമ്പേമാർ 2 വിളിച്ച് ഡോക്ടറോട് ചോദിക്കും എന്തായെന്നുള്ളത്. സംസാരവും അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഇത്രയൊന്നും പറഞ്ഞില്ല ഡോക്ടർ, കുഴപ്പമില്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ചോദിക്കും. അത് അങ്ങനത്തെ അന്വേഷണങ്ങളെല്ലാം ഉണ്ട്. അവർ 2 പേരും കൂടെ ഇല്ല ഇപ്രാവശ്യം അമ്മയുടെ റിസൾട്ടൊക്കെ നല്ല ഓക്കെയാണ്, സന്തോഷം. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത്രയും തുറന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയത്തില്ല. എന്നാലും അമ്മയ്ക്ക് ചിലപ്പോൾ ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രയാസം അവർക്കറിയാം. എനിക്ക് പ്രയാസം തോന്നിയാൽ പ്രതികരിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നതെന്ന് നന്നായിട്ടറിയാം. അത് അവർ പറയുകയും ചെയ്യും. അമ്മ അങ്ങനെ ഇങ്ങനെ കയറി പറയാറില്ല. എവിടെയെങ്കിലും നമുക്കിട്ട് ആരെങ്കിലും പറയുന്നത് കണ്ട അമ്മയ്ക്ക് വലിയ, കാരണം ഞാൻ അത്രയും ഒരു കഷ്ടപ്പെട്ട് അച്ഛൻ നേരത്തെ പോയ ദുഃഖം അറിയിക്കാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ ആരുടെയും പുറകെ ഒരു തെറ്റ് ചെയ്യാനോ അത് തെറ്റിന് പ്രേരിപ്പിക്കാനോ തോന്നിയ വഴി വാചകം ഓടിച്ചിട്ട് ആളാവാനോ ഒന്നും പോകുന്ന ആളല്ല. അവർക്കുള്ള കഴിവ് വെച്ചിട്ട് അവരിതിൻ്റെ ഒരു വശത്തോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെ ദൈവം സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നും എപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു പാഠം എന്തായിരിക്കും മക്കളോട്? ഇതേ ഞാൻ പറയാറുള്ളൂ, മോനെ നമുക്ക് ഈ ഒരു പ്രതികരണശേഷി വേണം എന്ന് അച്ഛനും പറയാറുണ്ടായിരുന്നു. പണ്ട് ഞാൻ എപ്പോഴും പറയും. TN ശേഷൻ സാർ അതേ വാചകനോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്. കാരണം നമ്മൾ അനാവശ്യമായിട്ട് ശരിയാണ് ആരെയും പറയാനും പിടിക്കാനും പ്രതികരിക്കാനും ഒന്നും പോകണ്ട. പക്ഷേ എന്തെങ്കിലും നിന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ സത്യം പറയണം, ഞാൻ വളരെ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഞാൻ ഈ എമ്പുരാൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോനും മോഹൻലാലും മുരളി ഗോപിയും കൂടെ ഇരുന്ന് ഒന്നിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു പ്രസ് മീറ്റ് പോലെ. എന്തിനാണ് ഈ പൃഥ്വിരാജിനെ നിങ്ങളെ കൂടെ ഇങ്ങനെ ഇട്ടത്? ഞാനെടുത്ത പടം അല്ലെങ്കിൽ ആൻ്റണിയും വരുമായിരിക്കുമല്ലോ, മുരളി എഴുതിയ സബ്ജക്റ്റ് ഇത് കേട്ടു, പുള്ളി അത് ഭംഗിയായിട്ടെടുത്തു. അത് എന്തിനാണ് പുള്ളിക്കൊരു ജാതീയമായ ചിന്ത വന്നു നിങ്ങൾ പറയുന്നത്? ഈ കഥ തീരുമാനിച്ചത് പുള്ളിയാണോ? അല്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മീഡിയ ആഘോഷിക്കുന്ന കണ്ടപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു
അല്ല ഉണ്ട്, സത്യം തന്നെയാണത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 3-4 പേര്, അത് ലാലു അറിഞ്ഞിട്ടില്ല, പക്ഷെ അത് ലാലുവിൻ്റെ സംരക്ഷകരാണെന്ന് ഭാവിക്കുന്ന കുറച്ച് പേരാണ്. അത് ലാലുവിന് ദോഷമേ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. ലാലുവിൻ്റെ കഴിവുകൊണ്ട് ലാലു അഭിനയിക്കുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റാവുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിൻ്റെ നന്മയായിരിക്കും. അത് ഓഫ് കോഴ്സ് ആൻ്റണി ഒന്നും എൻ്റെ കുഞ്ഞിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നവർ അത് പറഞ്ഞോട്ടെ. നമ്മൾ അവരൊന്നും സമൂഹത്തിലെ വലിയ ആൾക്കാരാണെന്നുകൊണ്ട് കരുതുന്നുമില്ല ഞാൻ. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ അന്നൊക്കെ ഞാൻ പറഞ്ഞു, മോനെ അതുകൊണ്ടല്ല, അമ്മ എന്താ പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ, അമ്മ എന്തുമാത്രം വേദന സഹിച്ചിട്ടാണ് നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നെന്നുള്ളത് അമ്മയ്ക്കേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങൾ വേറെ ഇങ്ങനെ ചിന്തിച്ചു, അവനാരാ തീരുമാനിക്കാൻ? അപ്പം ഞാൻ പ്രതികരിക്കും. അങ്ങനെ 2 പേരുടെ പേര് ഞാൻ പറയാമല്ലോ. അഖിൽ മാരാർ പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു, മേജർ രവിയുടെ അഭിപ്രായം. പക്ഷേ എനിക്ക് അവരോട് 2 പേരോടും ഒരു പിണക്കവും ഇല്ല. എന്തോ ഒരു വിവരക്കേട് അറിയാതെ പറഞ്ഞു പോയി. അതിന് നാട്ടുകാർ വരെ എൻ്റെ അടുത്ത്, സത്യം ഇവർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സ്ഥലത്തെ ആൾക്കാർ, ചേച്ചിയുടെ മോനെ പണ്ട് പറഞ്ഞല്ലേ, ചേച്ചി ഗുരുവായൂരപ്പനെ വിളിച്ച്, ഞാൻ അയ്യോ എന്തോ നിങ്ങളീ പറഞ്ഞത്, അത് വേറെ ഇത് വേറെ. അല്ല, അതങ്ങനെ പറയാൻ പാടായിരുന്നു. ഒരു അമ്മയ്ക്ക് എന്തുമാത്രം വേദനയുണ്ടെന്നുള്ളത് ചേച്ചിയുടെ മറുപടി അന്ന് കേട്ടവരാ ഞങ്ങളെന്ന് പറഞ്ഞ എത്രയോ പേരടക്കം ഞാൻ പറയാം, ഫോൺ നമ്പർ വരെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നൊരു വലിയ സമൂഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും പൃഥ്വിരാജ് അങ്ങനെയല്ല, ചേച്ചി അങ്ങനെ വളർത്തത്തില്ല എന്ന് വിശ്വാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരെയും കൂടി ഇവർ പരിഗണിക്കണം. തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കുന്നതിന് മുമ്പേ വഴിയെ പോകുന്നവരെല്ലാം ചീത്ത വിളിച്ചേച്ച് ഞാനാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പറയും, മോനെ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഒന്നും പ്രതികരിക്കേണ്ട, ശരി, അപ്പോൾ അയാൾ സമ്മതിച്ചു എന്നായിക്കോളൂ. പക്ഷേ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അത് രാജു ചില പ്രസ് കോൺഫറൻസിൽ നന്നായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ അന്നാൾ തന്നെ ഞാനതാ ഇപ്പോൾ ഈ അൻസിബ എന്ന് പറയുന്ന മിടുക്കിയായ കുഞ്ഞിനോട് പറയാനുള്ളതാണ്. രാജുവിൻ്റെ രാജു പറഞ്ഞു, ഒരു ചാനലിൽ വന്നു, മറ്റേ ചാനലിൽ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് എനിക്കൊരഭിപ്രായം പറയാൻ പറ്റുമെന്ന് രാജു ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. അതിപ്പോഴും എൻ്റെ കിടപ്പുണ്ടത്. എനിക്കൊന്ന് ആ ഫുട്ബോളിൻ്റെയൊക്കെ അനൗൺസ് ചെയ്തതിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ ആ ചാനൽ, അപ്പോൾ അതാണോ ഞാൻ സാക്ഷിയാക്കിയെടുക്കുക? അല്ലെ, ഒരു സാക്ഷിയില്ല അതിന് വരും. പക്ഷേ ഈ ചാനലിൽ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നും പറഞ്ഞ് എനിക്കൊരു കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ? അത് അന്വേഷിച്ച് സത്യമാണെങ്കിലല്ലേ പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് നമ്മളുമൊക്കെ പഠിക്കേണ്ടത്. ഒരുമിച്ചൊരു പ്രസ് മീറ്റ് വിളിക്കണമായിരുന്നു എന്ന് തോന്നി. അന്ന് എനിക്ക് തോന്നി ഇവർ 3 പേരും കൂടി ഇരുന്ന് പറഞ്ഞെങ്കിൽ, കുറേ ഈ ആൻ്റണി അടക്കം 4 പേരിരുന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും ഒരു വിവാദം അങ്ങ് കത്തി പോകത്തില്ല. ഇത് കത്തിച്ചതിൻ്റെ പിന്നിലുള്ളവർക്കറിയാം അവർ കത്തിച്ചതെന്ന്. പക്ഷേ ഇവരത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ നേരിട്ട് സംസാരിച്ചത് മുരളിയോട്, അതിപ്പോഴൊന്നും അല്ല, ആ സമയത്ത് എൻ്റെ പൊന്നാൻറ്റി വിടുവോ ഇതൊക്കെ വേറെ മുരളി എൻ്റെ മോൻ പറയുന്നതൊക്കെ പറഞ്ഞു. ഞാൻ അതിന് ശേഷം ആരോടും ഇതിനെപ്പറ്റി ചോദിക്കാറുമില്ല, പറയാറുമില്ല. എങ്കിലും 2 കാര്യങ്ങളിൽ എനിക്ക് സംഘടനയോട് വിഷമമുള്ള ഒറ്റ സംഘടനകൾ ഇവിടെ അതിന് അയാളെ ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. മല്ലികാ സുകുമാരൻ ലൂസ് ടോക്കറാണെന്ന് ജോയ് മാത്യു ആണ് പറഞ്ഞതെന്ന് കുറേ പേര്. ജോയ് മാത്യു പറഞ്ഞത് നല്ല രീതിയിൽ, ചേച്ചിയുടെ രഹസ്യമൊന്നും മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കരുത്, ചേച്ചി ശരിക്കും വല്ലതൊക്കെ പറയുക എന്നുള്ള നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി ഇത് ഏറ്റുപിടിച്ച് വേറൊരു തരത്തിലാക്കിയെന്ന ഒരു വിഭാഗം, ഇത് ഏത് വിഭാഗം പറയുന്നത് ആണെങ്കിലും ശരി, അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ ചാനലുകളിൽ സ്ക്രോൾ ചെയ്താൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയും ഇങ്ങനെയൊക്കെ കേട്ടു. ഞാൻ ചോദിച്ചു ശ്വേതടുത്ത്, ഏത് വിധത്തിലാണ് ഞാൻ ലൂസ് ടോക്കർ? ഞാൻ ആ ഓഫീസ് പോലും കണ്ടിട്ടില്ലല്ലോ, എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പോൾ മല്ലിക ചേച്ചിയുടെ മനസ്സിൽ സത്യം പറയുന്ന ഒരു സ്ത്രീയാണ് അവർ. വല്ലതുമൊക്കെ കേട്ടാൽ ഒളിച്ച് വെച്ച് സൂചിപ്പിക്കാൻ അവരെ കിട്ടൂലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതിന് പക്ഷേ അവളിങ്ങനെ ലൂസ് ടോക്കർ എന്ന് പറഞ്ഞ് ചാനലിലൊക്കെ പറഞ്ഞത് മോശമായിപ്പോയി. അപ്പോൾ ചാനലുകാരോട് എനിക്ക് മറുപടി വരണം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, കുക്കു പരമേശ്വരൻ മലയാള സിനിമയുടെ ഒരു അനിഷേധ്യ നേതാവാണെന്ന് ഞാൻ കരുതുന്നില്ല. മുരളിയുമായിട്ട് ഉള്ള കാലം തൊട്ടേ എനിക്ക് ഈ കൊച്ചിനെ അറിയാം. ഇത്രയൊക്കെ അതിനെ കൊണ്ട് പറ്റൂ. അക്കാഡമിയിലും KSFDCയിലും എവിടെയും ചെന്ന് കയറി കഴിച്ചത്തൊരു ചരടും കെട്ടി തൂക്കിയിട്ട്, അതിപ്പോൾ എല്ലാവർക്കും കിട്ടും. കലാഭവനിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അങ്ങോട്ട് നിന്ന് പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ കഴുത്തിലിടാൻ എല്ലാവർക്കും കിട്ടും. ഞങ്ങൾക്കൊന്നും കഴുത്തിലിടാതെ കയറി ചെല്ലാവുന്നൊരു സ്ഥലമാണ് IFFK വേദി. അതും ആ കുട്ടി മനസ്സിലാക്കണം. പക്ഷേ ഞങ്ങളാരും പോകാത്ത എന്തുള്ളൂ, ചിലപ്പോൾ എന്തിനാപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പോൾ എന്തോ ഇതെല്ലാം TV യിൽ ഇരുന്ന് വീട്ടിൽ നിന്ന് സുഖമായിട്ട് കാണാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പോകുന്നവരെ വെച്ചിട്ടൊന്നും ഒരു സംഘടന മുന്നോട്ട് പോകത്തില്ല. അതാണ് അൻസിബ എന്ന് പറയുന്ന ബുദ്ധിമതിയായ കുട്ടി മനസ്സിലാക്കേണ്ടത്. കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന തെളിവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം കൊണ്ടു കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലാൻ കൂടെ. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, അന്ന് തുടങ്ങിയപ്പോൾ അൻസിബ അമ്പലം പാടില്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത് അല്ലേ?
നാളെ ഒരാൾ ചോദിക്കണം അതെന്താ ആ കുട്ടി അങ്ങനെ പറയാൻ കഴിയും, ആ കുട്ടി പോയ ഒരു അമ്പലമാണല്ലോ ഒരു പരിപാടിക്ക്, അത് അമ്പലമായതുകൊണ്ടല്ലല്ലോ അവരൊരു ചാരിറ്റബിൾ, അത് സത്യമാണ്, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആ പരിചയത്തിൻ്റെ പുറത്ത് ഒരു ഡൊണേഷൻ തന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പക്ഷേ ഈ സെക്രട്ടറി ആ ഡൊണേഷൻ എടുത്ത് ഉപയോഗിച്ചത് ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ്സിന് ഡിന്നർ കൊടുക്കാനാണെന്നുള്ളത് തെറ്റ്. അത് വാങ്ങിച്ചിട്ടത് ചെറിയാൻ സാറ് പറഞ്ഞത് സത്യമാണ്. അന്നത്തെ മിനിസ്റ്റർ പറഞ്ഞിരുന്നു, സജി ചെറിയാൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചത് ഗവൺമെൻറ്റും ചെയ്ത തെറ്റാണ്. അത് ഞാൻ എപ്പോഴത്തേയും പറയും. ഏതെങ്കിലും വിധത്തിൽ ഇത് ചിലവാക്കി ഇവിടെ ഡിന്നർ നടത്തിയതും അത് സർക്കാർ സ്വീകരിച്ചതും തെറ്റാണ്. ഒരു ചാരിറ്റി വേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ ഒരു ഡൊണേഷൻ കിട്ടുമ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ കഴുത്തത്തില്ല കയറും കെട്ടി തൂക്കിയിട്ട് ആഘോഷം നടത്താനല്ല ചിലവാക്കേണ്ടത്. അത് ഈ പാവങ്ങൾക്ക് കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ഇൻഷുറൻസ് അടയ്ക്കണം, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് പറയുന്നതാണ്. അല്ലെങ്കിൽ അവർ ചോദിക്കട്ടെ അവരുടെ ഓഡിറ്ററോടും ഇൻകം ടാക്സുകാരോടും ഒക്കെ. ഉടനെ വെളിയിൽ നിന്ന് വന്ന എല്ലാവർക്കും കൂടെ ചാപ്പാട് വാങ്ങിച്ചു കൊടുക്കുക ട്രിവാൻഡ്രം ക്ലബ്ബിൽ. അതിനാണ് അവർ ഡൊണേറ്റ് ചെയ്തത്. ഡൊണേഷൻ കൊടുത്തവർക്കല്ല തെറ്റ്. ഇതെങ്ങനെ ചിലവാക്കി എന്നുള്ളവരെ എന്തുകൊണ്ട് അൻസിബ അറ്റാക്ക് ചെയ്യുന്നില്ല? തെറ്റാണ്. അതൊക്കെ ആ കുട്ടിക്ക് അല്ല, അൻസിബയ്ക്ക് അറിയാതൊക്കെ. അൻസിബ അന്നും പറയാതെ അതൊക്കെയാണ് എന്തൊക്കെയുള്ളത് പറഞ്ഞിട്ടൊക്കെ പോട്ടെ, അതിനെപ്പറ്റി ഞാനിനി പറയുന്നില്ല. ആ കുട്ടിക്ക് ഒരുപാട് പ്രയാസമുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ചാടത്തില്ലത്. പക്ഷേ അൻസിബ അതിൻ്റെ എല്ലാ വശങ്ങളും കൂടെ ഒന്നും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു വിനീതമായ അപേക്ഷയാണ്. ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും ബുദ്ധിയും അളവ് വെച്ചാൽ എവിടെയോ വീണ് കിടപ്പുണ്ടത് ഈ പറഞ്ഞ പോലെ. മല്ലിക സുകുമാർ എന്ന വ്യക്തി ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ലൈഫ്. എല്ലാവർക്കും തീർച്ചയായിട്ടും മക്കളായാലും മരുമക്കളായാലും എല്ലാവരും തിരക്കുള്ള അവരവരുടെ ലൈഫിൽ ബിസി ആയിട്ടുള്ള ആളുകളാണ്. എത്ര തിരക്കാണെങ്കിലും ഓടിയെത്തുന്നതാണെന്ന് പറയാറുണ്ട്. ആ എഫേർട്ട് എങ്ങനെയാണ് എടുക്കുക? അല്ല, അതാണ് മോളെ, നമ്മളെന്താ പറയുക, നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി. എൻ്റെ അമ്മ അവൻ ഓസ്ട്രേലിയയിൽ പഠിക്കണമെന്ന് പറഞ്ഞു. അന്ന് അവൻ പൃഥ്വിരാജ് വരുമാനമൊന്നും ആയിട്ടില്ല, 12ാം ക്ലാസ് ജയിച്ചുള്ളൂ. അമ്മ എന്താടാ പഠിച്ച, അത്യാവശ്യം ഇവിടെ അമ്മയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ അച്ഛൻ്റെ വക കിടപ്പുണ്ട്. ഒരു ഹൗസിംഗ് ലോൺ എടുക്കാം അമ്മ, എൻ്റെ മോൻ പോയി പഠിക്കുക, കാരണം നിനക്ക് ഏതായാലും ഇൻ്റർവ്യൂവിന് പോയി നല്ല മിടുക്കനായിട്ട് 2ാമത്തെ പേരായിട്ട് ലിസ്റ്റ് വരുന്നൊക്കെ പറയുന്നത് കേട്ടു. പലരും മക്കൾ പോയി പഠിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കത് ആ ഒരു കോൺഫിഡൻസ് ഞാൻ അവന് കാണിച്ചെങ്കിലേ അവന് ഒരു ധൈര്യം വരുള്ളൂ. എനിക്ക് പിന്നീട് അവൻ പോയി കഴിഞ്ഞപ്പോൾ സങ്കടം വന്നത്, ഇവൻ അവിടെ ചെന്നിറങ്ങുന്നത് പാതിരാത്രി 12 മണിക്ക് കണ്ട. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാറ് വരും, പോകും, ഹോസ്റ്റലിൽ ചെല്ലും അർദ്ധരാത്രിയിൽ. അവിടെ ആരെയും കണ്ടില്ല. എന്നിട്ട് അവൻ നേരെ വിളിപ്പിച്ചു, പച്ചവെള്ളമൊക്കെ കുടിച്ച് നേരെ വിളിച്ചപ്പോഴത്തേ എല്ലാവരും ഓടി വന്നു. അയ്യോ അതാണ് റൂം, ഇതാണ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിപ്പോൾ, അയ്യോ എൻ്റെ മോൻ്റെ കൂടെ ഞാനിവിടെ പോകണമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ പോയിട്ട് ഒന്നും നടക്കത്തില്ല. പക്ഷേ അത് മുഴുവനും രാജു തന്നെത്താനെ പോയി കഷ്ടപ്പെട്ട് അവിടെ. എന്നിട്ട് ആദ്യത്തെ എക്സാമിനേഷൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കണ്ടാണ് ഒരു ഇന്ത്യക്കാരൻ എന്തോ ഒരു ഗോൾഡൻ ലോട്ടസോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് അവിടെ. ആ ഒരു സ്ഥാനമൊക്കെ ഒരു മെറിറ്റ് ബേസിലുള്ള ഒരു റാങ്കിങ് ആണത്. അതൊക്കെ കരസ്ഥമാക്കി അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ കഴിഞ്ഞ് അവൻ്റെ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സിനുണ്ടായിരുന്നു. പിന്നെ ഒരു അതുകൂടെ കഴിഞ്ഞെങ്കിലേ അവർ ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴാണ് അവൻ ഈ പറയുന്നത്, അമ്മേ 35 വയസ്സ് വരെ നമുക്ക് സമയം തരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴാണ് നടൻ സിദ്ദിഖ് വന്നിട്ട് രഞ്ജിത്തിന് വേണ്ടി നന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് സുഖേട്ടൻ്റെ ഒരു പരിപാടി നടക്കുക ഇവിടെ, സുഖേട്ടൻ്റെ ട്രസ്റ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അപ്പോൾ രാജു ആദ്യം പറഞ്ഞു, അമ്മേ അത് എനിക്ക് 1.5 മാസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ ഞാൻ രഞ്ജിത്ത് സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു 10-25 ദിവസം കൊണ്ട് തീരും ചേച്ചി, അവൻ്റെ റോള് മാത്രമല്ല. ഞാൻ പറഞ്ഞു അവനെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവന് പെട്ടെന്നൊരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. ഞാൻ ഈ കുടുംബ ബന്ധം നിലനിർത്തുന്നത് അന്ന് മുതൽ ഇന്ദ്രനെ എൻജിനീയറിങ്ങിന് അയച്ചതും എൻ്റെ കൊച്ചുമോനെ ഓസ്ട്രേലിയയിൽ അയച്ചതിൻ്റെയൊക്കെ പിന്നിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അമ്മ ഒറ്റയ്ക്ക് അമ്മൂമ്മയുടെ കൂടെ താമസിച്ച്. എനിക്ക് വാസ്തവത്തിൽ ഈ 18 സുഖോട്ടനം ഇല്ലാത്തതുകൊണ്ട് 2 പേരെയും പിരിഞ്ഞ് നിൽക്കാൻ ഒരു ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. ഞാനത് കാണിച്ചില്ല എന്നുള്ളതാണ്. കാരണം അത് അവരുടെ ആഗ്രഹമാണ്. അതുപോലെയാണ് അവരുടെ കല്യാണവും. അവർ തീരുമാനിച്ചു ഇന്നതുപോലെ ഓരോ കുട്ടികളെ. ഞാൻ ഇന്ന് വരെ അന്വേഷിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടെന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് അവർക്കുണ്ട്. ആരും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവർക്കുള്ളത് അവരുടെ അച്ഛനുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ വീട്, ഇവിടെ വീട്, അവിടെ പുരയിടം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിന്തകളും ഇല്ലായിരുന്നു. പാവം, അവർക്ക് സന്തോഷമാണ്, അവർക്ക് പറ്റിയ ഒരു പാർട്ട്ണറാണെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ എൻ്റെ 2 മക്കളും പറയട്ടെ, അമ്മ ഈ കല്യാണത്തിന് നിർത്തുന്നു, ഞാനാണ് പോകുന്നത് പെണ്ണ് കാണാൻ. എൻ്റെ ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങോട്ടൊക്കെ പാലക്കാടൊക്കെ പോകുമ്പോൾ ഞാനോ അല്ലെങ്കിൽ ചേച്ചിമാരും മാത്രം പോയാൽ ശരിയാവത്തില്ല. ഒറ്റ അമ്മാവനേ ഉള്ളൂ. പാവം ചേട്ടൻ 1 മാസം അവധിക്ക് കണ്ടു വന്നതാണ്. ചേട്ടനെയും പൊക്കിയെടുത്ത് പാലക്കാട് കൊണ്ടുപോയി സുപ്രിയയുടെ കല്യാണം ആലോചിക്കാൻ വേണ്ടി അതിൻ്റേതായ എല്ലാ ഫോർമാലിറ്റീസും നടത്തി ഞാൻ ചെയ്തിട്ടുണ്ട്.
ഇത് എൻ്റെ മരുമക്കൾ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മക്കൾക്കറിയാം. അതാണ് അവർ പറഞ്ഞത് അന്ന് പ്രസംഗിച്ചപ്പോഴും. എല്ലാ ഘട്ടത്തിലും അമ്മ ഞങ്ങളുടെ ഒരു ശക്തിയായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നി സുഖോട്ടനില്ല ഒരു ശക്തിയായിട്ട് ഞാൻ നിന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ഒന്ന് വീക്കായി പോകുന്നത്. അതൊരിക്കലും സുഖോട്ടനെ സഹിക്കത്തില്ല. അപ്പോൾ എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും ഞാൻ കൂടെ നിന്ന ഒരു അമ്മ. അതാണ് ഇന്ന് എനിക്ക് ഈ ട്രോളർമാരുടെ ഓരോ കമൻറ്റ് ചെയ്യുമ്പോൾ ചിരി വരുന്നത്. ഇവരൊന്നും അച്ഛനും അമ്മയൊന്നും ഇല്ലേ എന്നൊക്കെ എനിക്ക് തോന്നും. കാരണം ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ രാവിലെ വീട്ടിൽ നിന്ന് വിടുന്നത്, പഠിക്കാനായാലും ജോലിക്കായാലും. അത് കഴിഞ്ഞ് കല്യാണം വരെ സിനിമ അഭിനയത്ത് പോകുന്നതും. ആദ്യമായിട്ട് രാജു ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് നന്ദനം കഴിഞ്ഞ് ഞാനും അവിടെ പോയിരുന്നു, പൂജകളെന്നൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് നക്ഷത്രക്കണ്ണുള്ള രാജു, അന്ന് രാജു കാറ് വാങ്ങിയിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, പെട്ടെന്ന് നിനക്ക് ജോലി തീർന്നാലും മോനെ. എൻ്റെ അന്ന് എനിക്കൊരു ഓപ്പൽ ആസ്ട്ര എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു, 5555 അതേ നമ്പർ. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, അമ്മ എവിടെ പോകുന്നടാ? ഒരു അമ്പലത്തിൽ പോയാൽ ഇവിടെ വലിയമ്മമാരുടെ കാറ് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും കാറുണ്ട്, എൻ്റെ ചേച്ചിമാർക്കും എല്ലാവർക്കും വണ്ടിയുണ്ടല്ലോ. എല്ലാവരും മക്കളിത് കൊണ്ടുപോകും, നിനക്ക് ജോലി കഴിഞ്ഞൊന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധം. അപ്പോഴും അവൻ പറഞ്ഞു, എന്തിനാ അമ്മ ഇപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഞാൻ തരും, എന്നാലും നിനക്ക് തോന്നുകയാണ് നാളെ ഷൂട്ടിംഗ് ഇല്ല. എന്നാൽ ശരി, ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നൊക്കെ തോന്നുന്നെങ്കിൽ വേണ്ട. അങ്ങനെ അത് ചോദിച്ചിട്ട് ഷൂട്ടിംഗ് സമയത്ത് പ്രൊഡക്ഷൻ വണ്ടി എടുത്തുകൊണ്ട് പുതിയ നായകൻ പോയി. പക്ഷേ അവൻ്റെ അറിവും വിജ്ഞാനവും വെച്ചുകൊണ്ട് ആ സമയത്ത് എന്തൊക്കെയോ അതെന്താണെന്ന് വെച്ചാൽ അവന് അച്ഛനോട് ചോദിച്ചും പല പുസ്തകങ്ങൾ വായിച്ചും അവന് കുറേ ഫിലിം മേക്കിങ്ങിനെ പറ്റി ഒരു ധാരണയുള്ള കുഞ്ഞാണ് പണ്ടേ. അതെ, അത് സുഖം പറയുന്നത്, ഇവൻ എന്താണ് ഇവൻ്റെ താല്പര്യം, അഭിനയമാണോ ഫിലിം മേക്കിംഗ് ആണോ എന്ന് പറയാറുണ്ട്. എന്തിനാ പറയുന്നത്, മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഒരു പുസ്തകം പോലും അമേരിക്കയിൽ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് എൻ്റെ ചേട്ടനടക്കമുള്ളവരോട് സംസാരിച്ചിട്ടാണ്. അപ്പോൾ അത് രാജു അങ്ങനത്തെ ഒരു താല്പര്യം കാണിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അങ്ങനെ അവന് വേണ്ടതെല്ലാവനും, ഇന്ദ്രന് വേണ്ടതൊക്കെ ഇന്ദ്രനും ഒപ്പം നിന്ന് അവരുടെ ഒരു കൂട്ടുകാരിയെ പോലെ ഞാൻ ചെയ്തിട്ടുള്ളൊരമ്മയാണ് ഒന്ന്. പിന്നെ മരുമക്കൾ വന്ന് കയറി, നമ്മൾ അവരുടെ സ്വഭാവം ഒന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കുട്ടികൾക്കും സ്വന്തം അച്ഛൻ, ഇതെല്ലാം ഇൻ്റർവ്യൂവിലും പറയും, സ്വന്തം അമ്മയോട് തോന്നുന്ന അത്രയും സ്നേഹം ഒരു ഡിഗ്രി പോലും കുറയാതെ എന്നോട് തോന്നിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ മണ്ടി അല്ലേ? ഒരിക്കലും നടക്കത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ കൊച്ചിലെ മുതൽ എന്നെ വളർത്തി കൊണ്ടുവരുന്ന അമ്മയാണ്. ചിലപ്പോൾ അവരോട് കുറച്ച് കൂടുതൽ കെയർ എടുത്തെന്നിരിക്കും. അവർക്കൊരു പനി വന്നെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അവരെല്ലാം കളഞ്ഞ് കൂടെ പോയെന്നിരിക്കും. അതേസമയം ഞാനിപ്പോൾ ഇവിടെ പനി വന്ന ബോംബെ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞ ശിഞ്ഞു വാ എന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് വേണം ആദ്യം, സത്യം പറയാം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പോരായെങ്കിലും തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇത് സുപ്രിയയ്ക്ക് ഇത്ര അറിയത്തില്ല, എൻ്റെ അത്രയും തിരുവനന്തപുരം അറിയത്തില്ല, കൊച്ചിയും അറിയത്തില്ല. പിന്നീട് വന്ന് അവിടെ താമസിച്ച കുട്ടിയല്ലേ. അതേപോലെ തന്നെയാണ് പൂർണിമ. കാലത്തെ 8 മണിക്ക് പ്രണാമെന്നും പറഞ്ഞാൽ എനിക്ക് തന്നെ കഷ്ടം തോന്നും. വരയ്ക്കലും പിടിക്കലും ഡിസൈനിങ്ങും ബ്രൈഡൽ അതും ഇത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ പൂർണിമയ്ക്കൊരു വലിയ സുഹൃത്ത് വലയമുണ്ട്, UK, അമേരിക്ക, ഗൾഫ്, അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ പലർക്കും വേണ്ടിയിട്ട് പൂർണിമ കഷ്ടപ്പെടുന്ന ഒരിതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മോളെ എനിക്ക് ചുമ ഒരു ക്ലിനിക്ക്, എന്തിനുള്ളത്? ഞാൻ അത്രയ്ക്ക് ഒന്നും അറിയാൻ വയ്യാത്തൊരു പൊട്ടിയാണെങ്കിൽ ശരി, ഓക്കെ, അങ്ങനത്തെ ഒന്നും അറിയാൻ വയ്യ, ലോകം കാണാത്തൊരമ്മയാണെങ്കിലും ഒക്കെ. ഇന്ന് തിരുവനന്തപുരത്ത് എനിക്ക് ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറിപ്പോയാനോ എനിക്ക് എൻ്റെ മക്കളെ മേൽവിലാസം ആവശ്യമില്ല. എനിക്കെൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞു, സത്യം, പരമമായ സത്യം, കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഈ മരുമക്കളായാലും മക്കളായാലും ഒരു സ്ഥാനം കൊടുത്ത് നിർത്തുന്നതാണ് ഒരമ്മയ്ക്ക് എപ്പോഴും ബുദ്ധി. അമിതമായിട്ട് കയറി ഇടപെടുമ്പോഴാണ് ഈ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ പോകുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പുറനാളാന്ന് പറഞ്ഞാൽ ഏത് ലോകത്തിൽ, അതായത് ഇന്ത്യക്കകത്ത്, വിദേശത്താണേ പറ്റത്തില്ല, ഇന്ത്യക്കകത്ത് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ മക്കൾ വരും. സുഖവട്ടൻ്റെ ആണ്ടുബലി ഒരിക്കലും മുടക്കാറില്ല. ആരും അറിഞ്ഞില്ലെങ്കിലും ശരി, രാത്രിയിലത്തെ ഫ്ലൈറ്റ് വരും, രാവിലെ ബലിയിടും, പ്രാർത്ഥിക്കും, എല്ലാ പൂജയും തൊഴും. അമ്മ ഞാൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കും, കഴിക്കും, ഉച്ചക്കലത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോകും. അത് മുടക്കിയിട്ടില്ല. ഇത്രയൊക്കെ പോരെ എനിക്ക്? ഞാൻ ചെയ്യണം എന്ന് പറയുന്ന പുണ്യകർമ്മങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലോ എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ട്. അതുപോരാ, നീ ജോർദാനിലല്ല ഏതാണേലും ശരി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്തിനാണ് ഈ തൊഴിലിനകത്ത് നീ പൈസ ഉണ്ടാക്കിയെന്ന് അവരും ചോദിക്കത്തില്ലേ? അപ്പോൾ അത് എനിക്ക് അവിടെയാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു പരിധി വിട്ട് എപ്പോഴും ചെന്ന് പിള്ളേരെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നാളെ മരുമക്കളും വിചാരിക്കും സ്നേഹക്കുറവുണ്ടല്ല, ഈ അമ്മ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇന്ന് ചേട്ടാ എൻ്റെ കൂടെ അവിടെ വന്നേനെ എന്നൊക്കെ സങ്കടം തോന്നും എന്നോട് പറഞ്ഞില്ലെങ്കിലും. എന്തിനാ അവരവരുടേതായ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മളിപ്പോൾ എന്നും അവരുടെ കൂടെ ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരുടെ മക്കൾ അവർക്ക് വേണ്ട ആ മക്കൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കട്ടെ. അവരുടെ ഭാര്യമാർക്ക് ചിലപ്പോൾ ഇന്നടത്ത് ഇന്ന വീട് ഇങ്ങനെ പണിയണമെന്ന് തോന്നും. പൂർണ്ണമായി ഡിസൈൻ ചെയ്തൊരു വീടാണ് ഇപ്പോൾ ഇതിൻ്റെ നല്ല വീട്. ഞാൻ പറയും ചെയ്തു, മോനെ നല്ല രസമായിരിക്കുന്നെന്ന്. അതുപോലെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ട്, വീട് ഇങ്ങനെ ആയിരിക്കണം, ഫ്ലാറ്റ് ഇങ്ങനെ, ഇൻറ്റീരിയർ ഇങ്ങനെ ചെയ്യണം.
അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നമുക്ക് പോയി കാണുന്നതല്ലേ സന്തോഷം, നമ്മുടെ മക്കളൊക്കെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ സന്തോഷം. ഈ പറഞ്ഞതടക്കം മല്ലികാമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, എന്ത് കാര്യത്തിലല്ല, ബന്ധങ്ങളിലാണെങ്കിൽ പോലും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും അമ്മ, അമ്മായിയമ്മ, മുത്തശ്ശി എല്ലാത്തിലും ഒരു ന്യൂജനാണ്. അപ്പോൾ കൊച്ചുമക്കളുടെ കൂടെ ആയാൽ പോലും ശരിക്കും ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷ്മമായിട്ട് നിലനിർത്താൻ ആ അപ്ഡേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വേണം മോളെ. എന്താ വെച്ചാൽ നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്ന എപ്പോഴും നല്ല ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് ഈ അമ്മായിയമ്മമാർക്ക് പിടിക്കാത്തത്. ഇപ്പോൾ ഒരു മോൻ വന്നു, അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചില്ല, അത് കഴിഞ്ഞ് അമ്മ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അത് കഴിയുമ്പോൾ ഇവർ രണ്ടും കൂടെ പുറത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മമാർ പറയാറുണ്ട്, എന്നാൽ അവൻ പുറത്ത് പോയെങ്കിൽ എനിക്ക് എന്നെ കൊണ്ടുപോണ്ട അമ്മ, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വല്ലതും വേണമെന്ന് ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. അതൊന്ന്. പിന്നെ ചിലപ്പം വൈകിട്ട് വന്നാൽ ഒരു കാലത്ത് വീട്ടിൽ ഇരിക്കത്തില്ല, ഒന്നില്ലേ സിനിമ, അല്ലെങ്കിൽ ബീച്ച്, അല്ലെങ്കിൽ അത്. അപ്പോൾ വല്ലപ്പോഴും അമ്മയെ കാണുമ്പോൾ ഒരു 2 മണിക്കൂർ അമ്മയുടെ തിന്നിരിക്കുക, എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം, അതൊരു വലിയ സന്തോഷമാണ് അമ്മമാർക്ക്. ഇപ്പോൾ നേരമില്ലാത്ത നേരത്ത് എൻ്റെ മകൻ പൃഥ്വിരാജ് വരുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെയാണ് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ അവിടെ ഒരു 10 മിനിറ്റ് കാറ് നിർത്താമേ, ഇന്ന് എനിക്ക് കണ്ട അവിടെ ഒരു പരിപാടിയുണ്ട് മെറിഡിയനിലെ, അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ചിലപ്പോൾ രാത്രി ലേറ്റാവും കേട്ടോ, അതാ ഞാൻ ഇപ്പോൾ കയറിയത്, അത് മതി എനിക്ക്. അല്ലാതെ അവിടെ കുത്തിയിരുന്ന് അങ്ങ് സംസാരിച്ചോളൊന്നും ഞാൻ പറയത്തില്ല. അതുപോലെ എനിക്ക് പ്രധാനമാണ് കൊച്ചുമക്കൾ. അയ്യോ, അത് പ്രത്യേകിച്ച് നക്ഷത്ര ഇപ്പം അങ്ങ് ബോംബെയിലായി, അലങ്കൃത ഇപ്പം അങ്ങ് ബോംബെയിലായിപ്പോയി, രാജുവിൻ്റെ മോള്. മറ്റവർ 2 പേരും കൊച്ചിയിലുണ്ട്. അതിനകത്ത് മൂത്തവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല. ഇളയാൾ ഞങ്ങളുടെ കാർന്നോത്തിയ നക്ഷത്ര, ഭയങ്കര സംസാരവും മറ്റേ നാട്ടുവർത്താനം പറച്ചിലും എല്ലാം ഉണ്ട്. നേരം പോകും അവൾ വന്നാൽ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കൊച്ചുമോളാണ് നക്ഷത്ര. ഞാൻ എപ്പോഴും പറയും, ഇന്ദ്രനും രാജുവും മറ്റു 2 പൂർണിമയും സുപ്രിയയും പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ അവൾ പറയും. ഞാൻ എന്താ നിങ്ങളൊക്കെ പറയേണ്ട കാര്യമാണല്ലോ കുഞ്ഞു പറയുന്നതെന്നൊക്കെ ഞാൻ തമാശന് പറയാറുമുണ്ട്. അവളെ അമ്മൂമ്മയെ വലിയ ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ്. എപ്പോൾ കണ്ടാലും ഉടനെ അവളെ എല്ലാ വിശേഷങ്ങളും ചോദിക്കും, അവരുണ്ടോ ഇവരുണ്ടോ മറ്റവരുണ്ടോ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിക്കും, നല്ല മിടുക്കിയായിട്ടിരും. അപ്പോൾ അവൾ എനിക്ക് കുറേ ദിവസം കണ്ടില്ലെങ്കിൽ എനിക്കൊന്ന് അയ്യോ ശരി എന്ത് ചെയ്യും കുഞ്ഞ്. അപ്പോൾ നോക്കുമ്പോൾ സ്കൂൾ ഡേ ആണ്, ട്യൂഷനാണ്, അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറയും. ഏതായാലും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് ഒരമ്മയായിട്ടും അമ്മായിയമ്മയായിട്ടും നമുക്ക് നല്ലതും മനസ്സുഖവും. അങ്ങനെ പോകുന്ന അമ്മായിയമ്മമാരുമായിട്ട് വലിയ കശവശയൊന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും അമ്മ സ്നേഹത്തോടെ ഇരിക്കും. നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യുക. ഓണം വന്നു, അവർ തരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ കയ്യിൽ ചില പോക്കറ്റ് മണിയുണ്ട്, എല്ലാവർക്കും ഒരു പുതിയ മുണ്ടും ഷർട്ടും വാങ്ങിച്ചു, അതൊക്കെ എനിക്കൊരു വലിയ സന്തോഷമാണ്. ഞാൻ കൊടുത്തു വിടും എവിടെയാണേലും. ഇപ്പോൾ ഈ പറഞ്ഞതിലുണ്ട് മല്ലിക സുകുമാരൻ എന്ന വ്യക്തി മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. സ്വന്തമായി അധ്വാനിക്കുന്നുണ്ട്, സ്വന്തം ചെലവിൽ ജീവിക്കാം എന്നുള്ളത്. സ്ത്രീകൾ ശരിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പ്രത്യേകിച്ച് പ്രായം വരുമ്പോൾ നമ്മൾക്കായിട്ടൊരു തുക മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ നമുക്കായിട്ട് ചിലവാക്കാനുള്ളൊരു തുക നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉണ്ട്. അയ്യോ തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ഇപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തൻ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ വാടകയൊക്കെ കിട്ടുന്നുണ്ടേ. ഞാനിപ്പോൾ 1 മാസം അഭിനയിച്ചില്ലെങ്കിലും പട്ടിണിയൊന്നും കിടക്കത്തില്ല. നല്ല വാടക കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മൂന്നാറിലെയും ആലുവയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അതൊക്കെ കൊടുത്തു. കാരണം അവിടെ ഒന്നും ഇവന്മാർ പോയി നോക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറയാം, അമ്മ അവിടെ കാട് കയറി ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. ഇത് ഞാനങ്ങനെ പോയി കാട് തെളിയിക്കാൻ നിൽക്കുന്നതൊക്കെ. അപ്പം ഞാനിങ്ങനെ അങ്ങനെയൊക്കെയുള്ള 1-2 എണ്ണമൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് പീരുമേട് കുട്ടിക്കാനം ജംഗ്ഷനിലുണ്ടായിരുന്നു, കാന്തല്ലൂരുണ്ടായിരുന്നു, ആലുവയിലുണ്ട്, മദ്രാസിലുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും നമുക്ക് അതിൻ്റെ വാടകയ്ക്ക് കൊടുത്തിട്ട് നല്ല വാടകയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചില പണ്ടത്തെ സുഖേട്ടനുണ്ടാക്കിയിട്ടതിൽ നിന്നും എനിക്ക് വരുന്ന തുകകളും ഒക്കെ കുറച്ചൊക്കെ കാണും. അതൊക്കെ എനിക്കെന്ത് പറ്റിയല്ലോ, ഞാൻ എൻ്റെ വീട് വിട്ട് സോഷ്യൽ വിസിറ്റ്സ് ഇല്ല, വളരെ കുറവാണ്. വീട്ടിൽ ഇരുന്നിട്ട് ആരെ വന്നാലും സ്വീകരിക്കാൻ ഇഷ്ടമാണ്. അങ്ങേ അറ്റത്തെ എമർജൻസിക്ക് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിശേഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാൻ പോവും, വിളിച്ചില്ലെങ്കിൽ പോത്തുമില്ല, അതും പറയാം. വിളിച്ചില്ലെങ്കിൽ ഞാൻ കയറി ചെന്നിന്ന് ഇവിടെ മറ്റേ ഫംഗ്ഷനാണല്ലേ അതിന് എന്നെ കിട്ടത്തില്ല, ഞാൻ പോകാറുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പോയി ജീവിക്കാനൊക്കെ ആയിട്ടുള്ളതൊക്കെ എൻ്റെ സുഖേട്ടനുണ്ടാക്കിയിട്ട് തന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ പോരെ ഈ വയസ്സുകാലത്ത്. പിന്നെ ഇനിയിപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞാൽ അയ്യോ എന്ത് കാര്യത്തിനും കുറ്റം പറഞ്ഞു. ഞാനൊരു ഹോസ്പിറ്റലിൽ കിടന്ന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അവർക്കറിയാം. എന്നാലും വന്നിട്ട് ഒരു ദിവസം ആസ്റ്ററിലെ ബില്ല് സുപ്രിയ കൊടുത്തിട്ട് പോകുന്നു ഞാനറിയാതെ. പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇന്നലെ പറഞ്ഞു, ഇതമ്മേ ഇത് ചെറിയ ബില്ലല്ലേ അമ്മേ. അപ്പോൾ അവനങ്ങനെ കൊണ്ട് കുത്തി പറയും, വലിയ ബില്ലൊക്കെ രാജു കൊടുത്തോളൂ, ഇത് ഞാൻ ഇതെങ്കിലും എന്നെ കൊടുക്കാൻ സമ്മതിക്കുമെന്നൊക്കെ പറഞ്ഞ്
അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മക്കൾ എന്നോ കൂടെ അതുപോലെ നിൽക്കും. അതിന് മരുമക്കൾക്കൊന്നും ഒരു എതിർപ്പില്ല. അവർക്കറിയാം അമ്മ ഒരു വീക്ക്നെസ്സാണ് രണ്ടുപേർക്കും എന്നുള്ളത് രണ്ടുപേരുടെയും ഭാര്യമാർക്കറിയാം. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അമ്മയ്ക്ക് പിന്നെ ഒരു ആവശ്യം വന്നാൽ ഈ പറഞ്ഞതിൻ്റെ ആരുണ്ട് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് ഞാൻ എന്താണ് പെൺകുട്ടികളെ കുറ്റം പറയുന്നതല്ല, അതുപോലെ അവരുടെ അമ്മയോട് അവർക്ക് വേണം, അതുണ്ടാവണം. കാരണം അത് അവരെന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും വളർത്തിയതും പഠിപ്പിച്ചതും അങ്ങോട്ട് വിട്ടതും ഇങ്ങോട്ട് വിട്ടതും ഒക്കെ അല്ലേ. ചേട്ടൻ സ്ഥലത്തുണ്ട് ഇനി ഒരു 4-5 മാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബലമാണ് നമുക്ക്. നൂറ്റാണ്ട് കാലം സിനിമയ്ക്കൊപ്പമാണ്. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്ന കാലത്ത് പോലും സിനിമയ്ക്കകത്ത് തന്നെയായിരുന്നു ജീവിതം എന്ന് പറയുന്നത്. ശരിക്കും സിനിമ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? സിനിമ പഠിപ്പിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നല്ല പാഠങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ടുണ്ടിരുന്ന സിനിമ ഇന്ന് ഒരു ഇരട്ട മുഖത്തോടുകൂടി ജീവിച്ചെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു നിലയിലെത്തിയിട്ടുണ്ട്. അത് എനിക്ക് പഠിക്കാൻ പറ്റുന്നുമില്ല, അതാണ് സത്യം. അത് പഠിച്ചവർക്കൊക്കെ ഇതിനകത്ത് ഇവിടെ മറ്റേ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ കിട്ടിപ്പോകും. എനിക്ക് സാധിക്കത്തേയില്ല. എനിക്കൊരു കാര്യം അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള ചില സംവിധായകരുണ്ട്, 1-2 നടന്മാരുണ്ട്. ചേച്ചി അങ്ങനെ, ചേച്ചി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ചേച്ചിക്ക് വന്ന് കിടന്നുകൊണ്ട് ഈ കണാകുണാന്ന് വർത്താനം അതെനിക്ക് പറ്റുന്നേ ഇല്ല. അതെൻ്റെ ചീത്ത സ്വഭാവമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം കണ്ടിട്ട് കാണാത്ത കാര്യത്തിനെ ചൊല്ലിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കി, അതൊക്കെ നമുക്ക് എൻ്റെ അനുഭവങ്ങൾ ഇത്രയും തുറന്ന് 50 വർഷമായിട്ട് എല്ലാവരോടും പറയാൻ സാധിക്കുന്നത്. എനിക്ക് പിന്നെ ആരെപ്പറ്റി പറയാനാണ് ഞാൻ പേടിക്കട്ടെ? അതൊന്നും നടക്കില്ല മോളെ. കാരണം സത്യം പറയുന്നതിന് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട് അല്ലേ. ഇപ്പം ഞാനതാ കുറച്ച് മുമ്പേ ചോദിച്ചത്, എന്തുകൊണ്ടാണ് സാധാരണക്കാരന് ശ്രീ EK നായനാർ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോഴേ ചിരിയും സന്തോഷവും എന്തൊക്കെയോ ഒരു അഭിമാനമൊക്കെ തോന്നുന്നത്? എന്താ? അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി കൊണ്ട്. അദ്ദേഹം പറയുന്നത് കണ്ടില്ലേ, മുഖ്യമന്ത്രിയാകാൻ വലിയ കാര്യമൊന്നും വേണ്ടോ, അതൊക്കെ പറഞ്ഞാകും, ഭരിക്കാൻ വലിയ മിടുക്കന്മാർ സെക്രട്ടറി എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ജനത്തിന് അറിയാവുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വായിലൂടെ കേൾക്കുകയാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം, എല്ലാവർക്കും അതിൻ്റേതായ സഹായികൾ വേണം, ഓരോ ഇതൊക്കെ വേണമെന്നറിയാം. പക്ഷേ അദ്ദേഹം അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ തമാശ രൂപേണ അദ്ദേഹം ജനത്തിനെ അറിയിക്കും ചിലപ്പം, അല്ലേ. എന്നിട്ട് തന്നെ ഞാൻ പറയില്ലേ, ഈ ഫോണിൻ പ്രോഗ്രാമിലൂടെ എന്താണോ അവിടെ കറണ്ട് ഇല്ലാത്തത്, ആരാണോ അവിടെ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടത്, അദ്ദേഹത്തിന് ഒന്നും അറിയാൻ വയ്യുന്നത്. എല്ലാം അറിയാം. പക്ഷേ സാധാരണക്കാരൻ അദ്ദേഹം എന്തോ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തു എന്നൊരു തോന്നലുണ്ടാക്കുക. ഞാനും പറയുന്നുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ മുഖം എന്താണെന്ന് ജനം മനസ്സിലാക്കിയാൽ അതൊന്ന് മാറ്റി വേറൊരു കോലത്തിൽ അതിൻ്റെ മുമ്പിലോട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നവല്ല, അല്ലേ. എപ്പോഴും നമ്മളെപ്പോഴും ശ്രമിക്കേണ്ട എന്താ, ഒരു ഡിഫറെൻറ്റ് വുമൺ വിത്ത് ഡിഫറെൻറ്റ് എൻറ്റിറ്റി എന്നുള്ള ഒരു കെയർ ഓഫിൽ പോവുകയാണെങ്കിൽ അതങ്ങനെ തന്നെ അങ്ങ് പോവുക. പിന്നെ ഇടയ്ക്ക് വെച്ച് മാറ്റുന്നതിന് അത് ഈ കാഴ്ചത്തോടെ ചരടും കെട്ടി തൂക്കി സ്ഥാനമാനങ്ങളൊക്കെ മോഹിക്കുന്നവർ വേണം ചെയ്തോട്ടെ. അത് അവരുടെ ജീവിത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കും. ഇന്നത്തെ ഞാൻ സത്യസന്ധമായിട്ട് പെരുമാറാൻ, അതല്ല ഞാൻ മുമ്പ് തമാശ, അയ്യോ വയോജന വകുപ്പ് അത് വേണം ഞാൻ നോക്കാം, അതിൻ്റെ അല്ല. നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ഗവൺമെൻറ്റിനോ അത് ബന്ധപ്പെട്ട മന്ത്രിക്കോ ഒന്നും ഒരു ചീത്ത പേരും വരാത്ത രീതി നാളെ അവരെ നമ്മുടെ തെറ്റുകൊണ്ടോ നമ്മുടെ നാക്കിൻ്റെ പിഴവ് കൊണ്ടോ ജനം ചീത്ത വിളിക്കാനോ അതുവഴി ആ പേര് ദോഷം അതാത് മന്ത്രിമാർക്ക് വരാനോ നമ്മൾ കൂട്ടു നിൽക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. യങ് ഏജിൽ ചെയ്യാൻ പറ്റാതെ പോയ, കയ്യിൽ നിന്ന് മിസ്സായി പോയ ഏതെങ്കിലും ക്യാരക്ടർ ഓർത്ത് എപ്പോഴെങ്കിലും വിഷമം തോന്നി? അല്ല, യങ് ഏജിലല്ല, ഇപ്പോൾ ഒരു വലിയ സങ്കടം പറ്റി. എനിക്ക് മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു എൻ്റെ പേര്, നമ്മുടെ ടർബോ. ടർബോയിൽ സത്യത്തിൽ അദ്ദേഹം എന്നെ അഭിനയിക്കാൻ വിളിച്ചു. എനിക്ക് അഡ്വാൻസ് വരെ തന്നു. എനിക്ക് അതൊക്കെ എനിക്കൊരു സങ്കടമാണ്. ഇന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ തേയ്മാനത്തിൻ്റെ ഒരു കാർട്ടിലേജിൻ്റെ ഒരു ചെറിയ പ്രശ്നം, ഓർത്തോയാണ് അത്. അപ്പോൾ എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന് എനിക്ക് അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാനിന്ന് ആസ്ട്രലിൽ പോയതും ചികിത്സിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ അമ്മയോ അമ്മൂമ്മയോ അമ്മായിയമ്മയോ എന്ത് വേഷമായാലും കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. എൻ്റെ ജീവിതത്തിൽ സിനിമയിൽ നിന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. എന്നിട്ട് ഈ തന്ന അഡ്വാൻസ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയിരുന്ന അരോമ മോഹനോടും എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ഞാനിത് അദ്ദേഹത്തിനോട് കൊടുക്കണം, അയ്യോ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നാൽ സാറ് ഞങ്ങളെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഒന്നും മനസ്സിലായില്ല. ഈ നിമിഷം വരെ ആ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുമില്ല, അദ്ദേഹം അത് വേണമെന്നും പറഞ്ഞ് ആരെയും വിട്ടിട്ടുമില്ല. ചോദിക്കുമ്പോഴൊക്കെ ആൻഡോയും പറയും മോഹനും പറയും അത് ഞങ്ങൾ ഈടാക്കിക്കോളാം. ഞാൻ എങ്ങനെ ചത്ത് കഴിഞ്ഞിട്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും.
അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പിന്നെ മമ്മൂട്ടി ഇങ്ങനെ ഒരു കാര്യം ശരി അമ്മ അത് അമ്മയൊക്കെ ഇങ്ങോട്ട് കൊടുത്തായിക്കോട്ടെ, അങ്ങനെയൊന്നും മമ്മൂക്ക പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ എനിക്ക് അത് ആ വേഷം ചെയ്യാതെ പോയതാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത്. പിന്നെ എന്ത് സങ്കടം, കിട്ടിയാൽ കിട്ടി, അഭിനയിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ എത്രയും വേഗം മമ്മൂട്ടിയുടെ കൂടെ ഒരു പടം വരട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.